Good morning, students. I am Grishma, your English teacher. So welcome to Max B. So today onwards we are going to start our class. So അതിനു മുമ്പ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് അവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനെ 3 പാർട്ടായിട്ട് 3 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് contents. So unit 1, 2 and 3. So the unit 1 is glimpses of green. Okay, so ആദ്യത്തെ യൂണിറ്റിന്റെ പേര് glimpses of green എന്നാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. So glimpses എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? glimpses എന്ന് വെച്ച് കഴിഞ്ഞാൽ have a look. ഐ മീൻ പ്രകൃതിയിലോട്ട് ഒരു നോട്ടം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രകൃതിയിലോട്ട് നമ്മൾ ഒന്ന് നോക്കുക, പ്രകൃതി നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നതാണ് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് The advantages in a banyan tree, a short story by Ruskin Bond. Then The Snake and the Mirror is also a short story by Vaikom Muhammad Bashir. And Lines Written in the Early Spring is a poem. Okay, so first unit nature relating the how nature and man is related each other, or how can we create a bond between human and nature. Okay, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഈ 3 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പോയത്തിലൂടെ നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് we move on unit 2, that is the frames. Okay, so frames എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിലോട്ട് നോർമലി കയറി വരുന്ന കാര്യം എന്താണ്? സിനിമയായിരിക്കും, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ഫ്രെയിംസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ the project tiger is a memoir, then my sister's shoe is a screenplay, and blowing in the wind is a song. ഓക്കെ, സോ ഇതിൽ യൂണിറ്റ് സെക്കൻഡിൽ പറയുന്നത് നമ്മൾ ഫ്രെയിംസിനെ പറ്റി, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് we move on this unit 3, that is lore of value. ഓക്കെ, സോ അഗെയിൻ വേറെ ഡിഫറെൻറ്റ് ടോപ്പിക് ആണ്. സോ ലോർ എന്ന് പറയുന്നത് LORE, ദ ലോർ മീനിങ് നമ്മൾ പറയാറില്ലേ കൈമാറ്റം ചെയ്യപ്പെടുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്തേ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അതായത് we typically transform one thing to another, I mean one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് നമ്മൾ എന്താണ് കാര്യങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മളിവിടെ ലോർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന കാര്യം എന്താണ്? ഇസ് വാല്യൂ. ഓക്കെ, മൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ലോർ ഓഫ് വാല്യൂ. സോ ഫോർ ദാറ്റ് the best investment I ever made is an anecdote. Then The Ballad of Father Gilligan, it's a poem. Then The Danger of a Single Story is a speech. So it's very clear each unit have dealing with different topics. Okay, പല തരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഈ 3 യൂണിറ്റുകളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. Okay, so now I introduce about your textbook. Now let's move on the first chapter, the unit 1, I mean the glimpses of nature. From this the particular unit, the first chapter is Adventures in a Banyan Tree, isn't it? Adventures in a Banyan Tree. It's a short story. ഓക്കെ, സോ ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു ബാനിയൻ ട്രീ എന്ന് വെച്ചാൽ ഒരു ആൽമരാണ്. നിങ്ങൾക്ക് അറിയാം, യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ, isn't it? സോ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ആൽമരവും ആ ഒരു കുട്ടിയും, ഒരു ആൺകുട്ടിയാണ്, ഒരു ബാലനാണ്. ഓക്കെ, ആ കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ സ്റ്റോറിയാണ്, കഥയാണ് നമുക്കിവിടെ ഷോർട്ട് സ്റ്റോറി. ഓക്കെ, ഒരു ചെറുകഥയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാം ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഓക്കെ, so student, have you ever heard about Ruskin Bond? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റിയിട്ട്? അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രൊളിഫിക് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൈറ്ററാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലാണ്. ദാറ്റ് മീൻസ് ബാലസാഹിത്യത്തിലാണ് അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വർക്ക്സുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഫുള്ള് അതിലായിരുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ about our author. Ruskin Bond, born on 19 May 1934, is an Indian author of British descent. His father was an officer at Royal Air Force. He wrote his first novel, The Room on the Roof, at the age of 17. Okay, so the first line is very clear. He is born on 19th May 1934 and
He is an Indian author of British descent. Okay, so students, have you seen this word descent? Okay, the British descent എന്നുള്ള വേർഡ് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഡിസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് റൈറ്റർ ആണെങ്കിലും ഇന്ത്യൻ റൈറ്റർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇന്ത്യനും അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ബ്രിട്ടീഷുമാണ്. അതായത് അമ്മ വിദേശ വനിതയും അച്ഛൻ ഇന്ത്യനുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്ത്യൻ ആണെങ്കിൽ കൂടി ബ്രിട്ടീഷ്, അതായത് രണ്ട് നാഷണാലിറ്റിയാണ് അദ്ദേഹത്തിന് വരുന്നത്. ഓക്കെ, അച്ഛൻ ഇന്ത്യനും അമ്മ ഒരു വിദേശ വനിതയുമാണ്. ഓക്കെ, ഒരു ബ്രിട്ടീഷ് ലേഡിയാണ് അമ്മ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ത്യൻ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിസ് ഫാദർ വാസ് an officer at Royal Air Force. He wrote his first novel, The Room on the Roof, at the age of 17. So students, just be ready with your textbook. So just underline ചെയ്യുക ആ ഒരു പോർഷൻ. ഓക്കെ, 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിട്ടുള്ള ആ ഒരു ദ റൂം ഓൺ ദ റൂഫ് എന്ന് പറയുന്നുള്ള ആ ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. Then it got John Llewellyn's Rhine Prize in 1957. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നോവലിന്, his first novel, it was awarded this John Llewellyn's Rhine Prize in the year 1957. His first children's book was The Angry River. Okay, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബാലസാഹിത്യം എന്ന് പറയുന്നത് ഏത് വർക്കായിരുന്നു? അതാണ് The Angry River എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. Then in 1992 he received the Sahitya Academy Award for his short story collection, The Trees Still Grow in Dehra. He was awarded the Padma Shri in 1999 for his contributions to children's literature. He got the Lifetime Achievement Award in 2017. He now lives with his adopted family in Lontor near Missouri. Okay, so through this description it's very clear he is very popular, he is very prolific Indian writer, Ruskin Bond. Okay, so actually this short story is a autobiographical short story. That's fine. Okay, അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹവും ആ ഒരു ആൽമരവും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സ്റ്റുഡൻസ്, ബി റെഡി വിത്ത് യുവർ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക. മിസ് വായിക്കുന്ന പോലെ പോർഷൻസ് അപ്പം നോക്കി പോവാം കേട്ടോ. നോക്കാം. Adventures in a Banyan Tree. Okay, though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Okay, so ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഈ ആൽമരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ തന്നെ അദ്ദേഹം തുടങ്ങുന്നത്. ഇങ്ങനെയാണ്. Though the house of grounds of our home in India were grandfather's domain. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഡിസെൻഡ് ആണ്. അതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? ഇന്ത്യയിലോട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിൻ്റെ വീട്ടിലോട്ട് അദ്ദേഹം വരാറുണ്ടായിരുന്നു. ഓക്കെ, സോ ആ വീടിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. Domain, the magnificent old banyan tree. So girls, students, just see the word magnificent. Magnificent എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്, നല്ല ആകർഷകമായിട്ടുള്ള, വളരെ നമുക്ക് എന്താ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വലിയൊരു ബനിയൻ ട്രീ എവിടെ ഉണ്ടായിരുന്നു? ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ. ഓക്കെ, വളരെയധികം പ്രായമായിട്ടുള്ള, അതായത് വളരെ ഓൾഡ് ആയിട്ടുള്ള, വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ആൽമരം ആ വീട്ടിൽ ഉണ്ടായിരുന്നു. Okay, was a mine chiefly because grandfather at the age of 65 could no longer climb it. എന്താ ഗ്രാൻഡ്ഫാദറിന് ഏകദേശം 65 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഇത്രയും പ്രായമായിട്ട് പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യങ്ങർ ഏജിൽ പോലും എന്ത് ചെയ്തിട്ടില്ല? ഈ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. മുത്തശ്ശൻ്റെ കാര്യമാണ് പറയുന്നത്. റസ്കിൻ ബോണ്ടിൻ്റെ ഗ്രാൻഡ്ഫാദറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. Grandmother used to tease him about this. ഓക്കെ, സോ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുക? മുത്തശ്ശി എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എപ്പോഴും ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സ്റ്റുഡൻറ്റ് ജസ്റ്റ് സീ ദ വേർഡ് ടീസ്. എന്താ ടീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുക, മോക്ക് ചെയ്യുക, MOCK, മോക്കിങ്. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം? നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാറുണ്ട്? അയ്യേ, വളരെ മോശമാണ് കേട്ടോ, ഇത്ര കാലമായിട്ട് സ്വന്തം വീട്ടിലൂടെ ആൽമരം ഉണ്ടായിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിലൊന്ന് കയറാനും കൂടി നോക്കിയിട്ടില്ല കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ ടീസ് ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. And would speak on the certain countess of Desmond
an English woman who lived in the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. Okay, so ഇവിടെ നമ്മൾ കാണുന്ന വേറൊരു സംഭവമാണ് Countess of Desmond, an English woman. ഈ Countess നമ്മൾ പറയാറില്ലേ ക്യൂ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പം ഒരു ബ്രിട്ടനിലുള്ള ഒരു ഇംഗ്ലീഷ് ലേഡിയാണ് ഈ ഒരു ഡെസ്മണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ലേഡി എന്താണ് ഏകദേശം ഒരു 117 വയസ്സ് വരെ ആ ലേഡി ജീവിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്പാൻ അത്രയാണ്, 117 വയസ്സ് വരെ ആ ലേഡി ജീവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ലേഡിയുടെ കാര്യത്തിൽ ഇസ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡന്റ് ഫോളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ ചിലപ്പോൾ ഈ 117ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിന്റെ മുകളിൽ കയറിയാൽ പോലും ചിലപ്പോൾ അവർ വീഴില്ലായിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്രാൻഡ് ഫാദർ എന്താണ് 65 വയസ്സായിട്ട് പോലും ഇത്രയും വലിയൊരു ആൽമരത്തിന്റെ മുകളിൽ കയറാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ എന്ന് ചെയ്യാറുണ്ട്. മുത്തശ്ശി എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, the spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. Okay, so വീണ്ടും എന്താ പറയേണ്ടത്, നമ്മളിവിടെ കാണുന്നത് now we are seeing the characteristics of this banyan tree. Okay, ആ ആൽമരത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? It's spreading branches of the banyan tree. എന്താ സ്പ്രെഡിങ് ബ്രാഞ്ചസ്? ബ്രാഞ്ചസ് എന്താണ്? ഈ മരത്തിന്റെ ചില്ലകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. അത് ആകെ പടർന്ന് പന്തലിച്ച് നിറച്ച് ശാഖകളും ശിഖരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ആൽമരം എന്ന് പറയുന്നത്. റൂട്ട് അഗൈൻ, പിന്നെ അതെന്താണ് അതിന്റെ വേരുകൾ അടിയിലോട്ട് ഇങ്ങനെ ആഴ്ന്നിറങ്ങി. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് മണ്ണിൽ അത് റൂട്ട് ചെയ്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി സ്ട്രോങ്. And forming a maze of arches gave me endless pleasure. അപ്പോൾ ആ ഒരു കാഴ്ച തന്നെ എന്തായിരുന്നു നമ്മുടെ റസ്കിൻ പോണ്ടൻ, അതായത് ആ ആൺകുട്ടിക്ക് അത്രയും എന്താ പ്ലഷർ ആയിരുന്നു, അത്രയും ഹാപ്പി ആയിരുന്നു ആ മരം അങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in the valley at the foot of the Himalayas. Okay, so എവിടെയാണത്? ഈ ഒരു ആൽമരത്തിന് എന്താണ് മുത്തശ്ശിനേക്കാളും പ്രായമുണ്ട്, ചിലപ്പോൾ ഞങ്ങളുടെ വീടിനേക്കാളും പ്രായം ഉണ്ടാവും, ചിലപ്പോൾ ഈ ദഹ്റ എന്ന് പറയുന്ന ടൗണിനേക്കാളും പ്രായം ചിലപ്പോൾ എന്തുണ്ടാവും ഈ ഒരു ആൽമരത്തിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവർ അത്രയും എന്താണ് കാലപ്പഴക്കം ചെന്നിട്ടുള്ള അത്രയും റൂട്ടഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽമരമാണ് ഇവരുടെ വീട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, സോ ദഹ്റ എന്ന് പറയുന്ന ടൗണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള ഒരു ടൗൺ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹിമാചൽ പ്രദേശിലാണ് നമ്മുടെ ഈ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസ് താമസിക്കുന്നത്. ഓക്കെ, സോ ദഹ്റ നെസ്റ്റ്ലിംഗ് ഇൻ ദ വാലി ഓഫ് അറ്റ് ദി ഫൂട്ട് ഓഫ് ദി ഹിമാലയസ്. ഓക്കെ, ഹിമാലയൻ താഴ്വരകളിൽ എന്താണ് ആ ഒരു വാലീസിലൊക്കെ ഇതിന്റെ വേര് ഇങ്ങനെ ഇറങ്ങി തന്നിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് എന്താണ് അത്രയും ഹാപ്പി ആയിട്ട് ഈ മരം അവിടെ നിൽക്കുന്നുണ്ട്, അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ വിടർത്തിക്കൊണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ മരം കാണുമ്പോഴും അതിനോട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഫീലിംഗ് ഈ കുട്ടിക്ക് തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിലേഷൻഷിപ്പ്, ആ ഒരു പ്രകൃതിയും അല്ലെങ്കിൽ മരവും അല്ലെങ്കിൽ കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. എങ്ങനെ ഹൗ ഇറ്റ് ഈസ് ബോണ്ടഡ്, ഈ രണ്ട് വ്യക്തികളെ എങ്ങനെ ബോണ്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. My first friend and familiar was a small grey squirrel. Okay, ഇനി അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ആൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു എന്താ ഫ്രണ്ടിനെ പറ്റി, ഒരു സുഹൃത്തിനെ പറ്റി സംസാരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു സ്ക്യൂറൽ ആയിരുന്നു, ഒരു അണ്ണാൻകുട്ടീനെയാണ് അവൻ എന്ത് ചെയ്യുന്നത് ആ മരത്തിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ ആദ്യമായിട്ട് അവൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്. ഓക്കെ, it's a small grey squirrel. Arching his back and snuffing into the air, he seemed at first to resent my invasion of his privacy. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ആർച്ചിങ് ഹിസ് ബാക്ക്, നമുക്കറിയാം ഈ അണ്ണാൻകുട്ടിക്ക് ശരി അതിൻ്റെ വാലൊക്കെ എപ്പോഴും ഇങ്ങനെ പൊക്കിയിട്ടാണ് അത് എപ്പോഴും ഓടുക അല്ല, അത് അവരുടെ ഒരു നേച്ചറാണ്, അവരങ്ങനെയാണ് ചെയ്യുക. പിന്നെ സ്നിഫിംഗ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മണത്ത് നടക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ മണത്ത് അതിൻ്റെ വാലൊക്കെ പൊക്കി പിടിച്ച് അതിങ്ങനെ ആ ആൽമരത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു നമ്മുടെ ആൺകുട്ടി നമ്മുടെ ബോയിനെ ഇവിടെ കണ്ടപ്പോൾ എന്താണ് ഇവൻ തോന്നുകയാണ് ഇവൻ ആരാ, എൻ്റെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു വരാൻ ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം ഈ ആൽമരത്തിലാണ് ഈ അണ്ണാനും ഫാമിലിയും ഒക്കെ താമസിക്കേണ്ടത്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ് ഈ കുട്ടി കയറി വരുമ്പോൾ ഇവൻ ആരാ, ഞങ്ങളുടെ പ്രൈവസി, ഞങ്ങളുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മരത്തിലോട്ട് വരാൻ ഇവൻ ആരാന്നുള്ളൊരു ചോദ്യമാണ് ഇവരുടെ മുഖത്തൊക്കെ കണ്ടേന്നാണ് പറയുന്നത്. ആരുടെ? ഈ അണ്ണാൻകുട്ടിയുടെ മുഖത്ത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി, അവന്റെ പ്രൈവസിയിലോട്ട് അവന്റെ സ്വകാര്യതയിലോട്ട് കയറി ചെല്ലാൻ ഞാൻ ആര് എന്നൊരു ചോദ്യമായിരുന്നു എന്നെ കണ്ടപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഉണ്ടായെന്നാണ് ഈ കുട്ടി പറയുന്നത്.
But when he was found that I did not arm myself with a catapult or air gun, he became friendlier. So എന്താണ് ഞാൻ എന്താ catapult എന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ കവണ എന്നൊക്കെ പറയാറില്ലേ, എന്താ പറയുക കല്ല് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതുപോലെ എയർ ഗൺ വെച്ചിട്ട് ഞാൻ എന്താണ് ഈ ആനിമലിനെ ഈ അണ്ണാനെ ഉപദ്രവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തായി, അവൻ എന്നോട് കുറച്ചും കൂടി ഫ്രണ്ട്ലിയർ ആവാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഓക്കെയാണ്, ഓക്കെ ഇവൻ എന്നെ ഉപദ്രവിക്കുന്നില്ല, ഞാൻ ഇവൻ്റെ അടുത്ത് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ അണ്ണാൻകുട്ടി ഇവൻ്റെ അടുത്ത് നല്ലോണം ഒരു സൗഹൃദം ഒരു ബന്ധം അവർ തമ്മിൽ വരാനായിട്ട് തുടങ്ങുകയാണ്. ഫ്രണ്ട്ലിയർ. ആൻഡ് വെൻ I started leaving him pieces of cakes and biscuits, he grew bolder, then finally became familiar enough to take food from my hands. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ ആ ഒരു ബന്ധം കൂടുതലായിട്ട് വളർന്നു വന്നപ്പോൾ ഓക്കെ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അവർ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻ്റെ കയ്യിൽ നിന്ന് അതായത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്താണ് ബിസ്ക്കറ്റ്സും കേക്ക്സും ഒക്കെ വാങ്ങി കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു അണ്ണാൻ കാണിക്കാനായിട്ട് തുടങ്ങി. അത്രയും നമുക്കറിയാം ഈ അണ്ണാൻ എന്ന് പറയുന്ന ആ ഒരു ജീവി മനുഷ്യന്മാരായിട്ട് വളരെയധികം ടൈം ചെയ്യുന്ന ഇണങ്ങുന്ന ഒരു ജീവിയാണ് അല്ലേ. അപ്പോൾ ആൾക്ക് മനസ്സിലാവാണ് ഇവൻ ഓക്കെയാണ്, ഇവനെ ഉപദ്രവിക്കില്ല എന്ന് ക്ലിയർ ആയപ്പോൾ എന്തായി, ആള് തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന അത്രയും വരെ അവരുടെ ഒരു റിലേഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യണം. ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ റിലേഷൻഷിപ്പ് ഓക്കെ അതിൻ്റെ ഒരു ആഴം, അവരുടെ ബന്ധത്തിലെ ആഴം ഇങ്ങനെ കൂടി വരികയാണ്. Before long, he was delving into my pockets and helping himself to whatever he would find. So last ഞാൻ തുടങ്ങി ഡെൽവിങ് എന്ന് വെച്ചാൽ എന്താ, ഡെൽവിങ്ങിൻ്റെ വേർഡ് മീൻ അതായത് അവൻ തന്നെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഞാൻ അവിടെ നിന്ന് എണീറ്റ് ആൽമരത്തിന് ചോട്ടിൽ നിന്ന് ഞാൻ എണീറ്റ് പോകുന്നതിന് മുമ്പ് അവൻ എന്താ ചെയ്യുന്നത്, എൻ്റെ പോക്കറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. അതായത് ഇതുപോലെ എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ കേക്ക്സോ ഒക്കെ ഉണ്ടോ എന്ന് വരെ അങ്ങനെ തപ്പി നോക്കിയാണുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരെ അവരുടെ ഇടയിൽ വരണം. അതിന് എന്താണ് മനുഷ്യന്മാരോടുള്ള അല്ലെങ്കിൽ ആ കുട്ടിയോടുള്ള ഒരു പേടി ആ ഒരു സ്ക്വിറലിനെ അവിടെ നഷ്ടപ്പെടുകയാണ്. അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ് അവർ. Fine. He was a very young squirrel, വളരെ ചെറിയൊരു സ്ക്വിറൽ ആണ്. And his friends and relatives probably thought him headstrong and foolish for trusting a human. എന്താ പറയുന്നത്, അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ഈ അണ്ണാൻകുട്ടിയുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഒക്കെ എന്ത് തോന്നും, ഇവൻ എന്ത് വിഡ്ഢിയാണ് അല്ലെ, ഇവൻ എന്താ മനുഷ്യന്മാരോടാണ് അവൻ കൂട്ടുകൂടുന്നത്, അവരെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ഉള്ളൊരു, കാരണം ഇങ്ങനെ ഇണക്കി എടുത്തിട്ട് കൊല്ലാനാണോ എന്തെങ്കിലും കൂട്ടിലിടാനാണോ എന്ന് നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ ആർക്കുണ്ടായിരുന്നു, ഈ ഇവൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അണ്ണാൻകുട്ടിയുടെ കേട്ടോ. കാരണം എന്തുകൊണ്ട് അവൻ്റെ ഫ്രണ്ട് ആരാണ്, ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനാണ് അണ്ണാൻകുട്ടിയുടെ അല്ലെങ്കിൽ അണ്ണാൻ്റെ ഫ്രണ്ടായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അവൻ്റെ റിലേറ്റീവ്സ് വിചാരിക്കും ഇവർ ഇത്ര മണ്ടനാണോ, ഇത്ര ബുദ്ധിയില്ലല്ലോ ഇവനെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട്, ഒരു മനുഷ്യനായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവൻ്റെ റിലേറ്റീവ്സ് ചിന്തിക്കുന്നുണ്ടാവും. ഇവരുടെ ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് കാണുമ്പോൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Trusting probably through him headstrong and foolish for trusting a human. Okay. In the spring, when the banyan tree was full of small red figs and birds all kinds could flock into its branches, the red-botted bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. So ഇനി എന്താ പറയുന്നത്, സ്പ്രിംഗ് സീസൺ അല്ലേ. എന്താ സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത, വസന്തകാലം എന്നാണ് പറയുന്നത് അല്ലേ. സ്പ്രിംഗ് സീസണിൽ എന്താണ് നോർമലി എല്ലാ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീസണിൽ നമ്മുടെ ഈ ആൽമരത്തിന് മുകളിൽ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് ഫിഗ് നമ്മൾ കേട്ടിട്ടുണ്ടോ, ഫിഗ് എന്ന് വെച്ചാൽ എന്താണ് FIG, അത്തിപ്പഴത്തിനെയാണ് നമ്മൾ ഫിഗിൻ്റെ ഒക്കെ ഐസ്ക്രീംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ഇവിടെ ഈ മരത്തിന് മുകളിൽ നിറച്ച് ഫിഗ് അത്തിപ്പഴങ്ങളാണ് നിറച്ചുണ്ടായി നിൽക്കുന്നത്. നല്ല റെഡ് കളറിലുള്ള അത്തിപ്പഴങ്ങൾ നിറച്ച് ഈ ഒരു ബാനിയൻ ട്രീയുടെ ആൽമരത്തിന് മുകളിൽ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിക്കാനായിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് പല തരത്തിലുള്ള പക്ഷികൾ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടോ, ഫുൾ ഓഫ് റെഡ് ഫിഗ്സ് അതാണ് പറഞ്ഞത്, അത്തിപ്പഴം എന്ന് പറയുന്നത് റെഡ് കളറുള്ള ഫിഗ്സുകൾ. ആൻഡ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, കണ്ടോ പല തരത്തിലുള്ള പക്ഷികൾ അവരുടെ ആൽമരത്തിന് മുകളിൽ വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ഈറ്റിംഗ് ദസ് ഫിഗ് ഫ്രൂട്ട് ആൻഡ് ഫ്ലോക്കിംഗ് ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ആൻഡ് റെഡ് ബട്ടർ ബുൾബുൾ ബേർഡ് വരാറുണ്ട്. അത് വളരെ ചിയർഫുൾ ആൻഡ് ഗ്രീഡി, വളരെ അത്യാർത്ഥത്തോടെ എന്ത് ചെയ്യാണ്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. And gossiping rosy pastures and parrots and crows, എന്താ തത്തകൾ വരാറുണ്ട്, ക്രോസ് കാക്കകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ പക്ഷികളും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഈ മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ഈ അത്തിപ്പഴം കഴിക്കാനായിട്ട് വരാറുണ്ട്.
ആൻഡ് സ്ക്വാബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാറൽ ചെയ്യുക, തല്ല് പിടിക്കണം, നമ്മൾ സ്ക്വാബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ് അവർ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാതെ കൊത്തുകൂടാണ് ഈ ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെയാണ് അവരുടെ ഒരു ആക്ടിവിറ്റീസ് ആ ഒരു സമയത്ത് ആ മരത്തിൻ്റെ മുകളിൽ. ആൻഡ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം ഡ്യൂറിങ് ദ ഫിഗ് സീസൺ. കണ്ടല്ലോ, ഫിഗ് സീസൺ എന്ന് വെച്ചാൽ എന്താ, ആ പഴം ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ ആ സമയത്ത് the banyan tree was the noisiest place on the road. കാരണം നോസിയസ്റ്റ് പ്ലേസ് ആണ്, എന്താ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാവുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം ഏതാണ്, ആ ബനിയൻ ട്രീ ആണ്. ഏത് ഫിഗിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് സ്പ്രിംഗ് സീസൺ ആണ്. എന്ത് ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അതാ ആ ബനിയൻ ട്രീ ആണ്. കാരണം എന്താ എല്ലാ പക്ഷികളും ഈ ഒരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ വരുന്നത് കൊണ്ടാണ് അത്രയും ബഹളം. പിന്നെ എന്താ, ഒരു സ്ക്വാബിൾ ചെയ്യുന്നുണ്ട്, ക്വാറൽ ചെയ്യുന്നുണ്ട്, കൊത്തുകൂടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, next paragraph. Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. So, okay. ഇനി നമ്മൾ പറയുന്നത് ഈ കുട്ടിയുടെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, the activities which is done by this boy. ഓക്കെ, എവിടെ ഈ ഒരു ആൽമരത്തിൻ്റെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. I would often spend afternoon when it was too hot. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ആഫ്റ്റർനൂൺ സെഷൻ ദിസ് ബോയ് he spent his time with this banyan tree. ഈ banyan ട്രീയുടെ കൂടെ അവൻ ചെയ്യുന്ന ആഫ്റ്റർനൂൺ സമയം, ഈവനിങ് സന്ധ്യാസമയങ്ങളൊക്കെ ഈ എന്താണ് ഈ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് അവൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. I could read there. എന്താ ചെയ്യുന്നത്, what is the activity which he is doing there? He was reading, വായിക്കുകയാണ് ചെയ്യുന്നത് ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട്. Propping myself up against the bole of tree with cushions taken from the drawing room. അപ്പോൾ എന്താ ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് ഡ്രോയിങ് റൂമിൽ കുഷ്യനൊക്കെ എടുത്തുകൊണ്ട് വന്ന് വളരെ സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ആൽമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇരുന്നിട്ട് ആളെന്താ ചെയ്യുന്നത്, ആ കുട്ടി എന്താ ചെയ്യുന്നത്, ഹിസ് റീഡിങ് ബുക്സ്, പുസ്തകങ്ങൾ വായിക്കുകയാണ് അദ്ദേഹം ആ കുട്ടി ചെയ്തിരുന്നത്. Treasure Island, Huckleberry Finn, the Mowgli stories and the novels of Edgar Rice Burroughs and the Louis Alcott made up my bag of very mixed reading. So students, you can see the pictures here. This is the Treasure Island. Okay, so this is a book which is read by our boy, and the Adventures of Huckleberry Finn by Mark Twain. And the next book is Jungle Books. You know that, the stories of Mowgli, isn't it? So ഈ 3 പുസ്തകങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ആ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്ന് അദ്ദേഹം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അദ്ദേഹം വായിച്ചിരുന്നത്. ഓക്കെ, then okay, very mixed reading. When I did not feel like reading, I could look down through the banyan tree at the world below at grandmother is nagging up for taking down the washing, at the cook quarreling with the fruit vendor, or at the grandfather grumbling at the hand-tree Indian marigolds which instead of springing up all over his very English garden. So അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നില്ല അദ്ദേഹം അവിടെ ഇരുന്ന് വായിച്ചിരുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, മുത്തശ്ശി എന്താണ് ഈ ഒരു ഫ്രൂട്ട് സെല്ലേഴ്സ് ആയിട്ടുണ്ടോ, ഫ്രൂട്ട് വെണ്ടേഴ്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ട് സെല്ലേഴ്സ്. അപ്പോൾ അവരായിട്ട് എന്താ ഈ നമ്മൾ പറയുന്നത്, കച്ചവടം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ബഹളം കേൾക്കാം. അതേപോലെ തന്നെ മുത്തശ്ശൻ എന്ത് ചെയ്യാണ്, ഇറ്റ്സ് വാസ് സ്പ്രിംഗിങ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതായത് ഇന്ത്യൻ മാരിഗോൾഡ്. കണ്ടോ, എന്താ ഇന്ത്യൻ മാരിഗോൾഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരിഗോൾഡ് എന്താണ്, മാരിഗോൾഡ് നമുക്കറിയാം, സാധാരണ നമ്മൾ ബിസ്ക്കറ്റ്സ് മാരിഗോൾഡ് കേട്ടിട്ടുണ്ട്. ഇത് അതല്ല, ഇതെന്ത് സംഭവം, നമ്മൾ ചെണ്ടമല്ലിപ്പൂനെ പറയില്ല, അതാണ് നമ്മൾ മാരിഗോൾഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് ഗാർഡനിൽ സ്പ്രിംഗ് സീസൺ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഈ മാരിഗോൾഡ് ഫ്ലവേഴ്സ് ഉണ്ടാവണേ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ നമ്മുടെ കുട്ടി വായിക്കുന്ന സമയത്ത് എന്താണ്, മുത്തശ്ശിയുടെ ഈ ഒരു ഫ്രൂട്ട് സെല്ലേഴ്സ് ആയിട്ടുള്ള ബഹളം, മുത്തശ്ശൻ്റെ ഈ എന്താ ഈ ഗാർഡൻ റിലേറ്റഡ് ആയിട്ട് ബഹളം, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഈ പുസ്തകം വായിക്കുന്ന സമയത്ത്. Yes, usually nothing very exciting happened while I was in a banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. So, അപ്പം അത്ര നാളെ എന്തുണ്ടായിട്ടില്ല, ഒരുപാട് അത്ര എക്സൈറ്റ്മെൻറ്റ്, എന്താ എക്സൈറ്റ്മെൻറ്റ് അത് അധികം നമുക്ക് എന്താ ഇഷ്ടപ്പെടുന്ന കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാൻ പറ്റിയിരുന്നില്ല. അതായത് ഒരു എന്താ പറയുക, ആകാംക്ഷയോടെ നമ്മൾ നോക്കി കാണുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അതുവരെ ആ ഒരു ബനിയൻ ട്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായൊരു സംഭവം എന്താണ്, ഒരു ഫ്രണ്ടിനെ കിട്ടിയ, ഒരു സ്കുരൽ എന്ന് പറയുന്ന ഫ്രണ്ട്, ഒരു അണ്ണാങ്കുട്ടിനെ കിട്ടിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആൾ പറയുന്നത് കുറച്ച് ദിവസം ശേഷം ഒരു ആഫ്റ്റർനൂണിൽ എന്താണ് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആൾ കണ്ടു എന്താണ് പറയുന്നത്. നമുക്ക് നോക്കാതെ എന്തായിരുന്നു.
That was the first time I saw a mongoose. And the mongoose, കീരിനെ ആണ് നമ്മൾ mongoose എന്ന് പറയുന്നത്. So you can see the picture here. Okay, it's a mongoose. And a cobra. എന്താ cobra? നമുക്കറിയാം പാമ്പ് അല്ലേ? ഒരു മൂർഖൻ പാമ്പും ഒരു മംഗൂസും തമ്മിലുള്ളൊരു ഫൈറ്റ് ആണ് അവൻ അവിടെ എന്ത് കാണാനായിട്ട് ഇടയായത്. അപ്പോൾ അതാണ് എന്താണ് അത്ര എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവം, ഒരു ഇവന്റ് അവിടെ അല്ലെങ്കിൽ ഒരു സീൻ അവിടെ അവൻ കണ്ടത്. This mongoose and a cobra fight to death in a garden. Okay, while I sat directly above them in the banyan tree. It was an April afternoon, and this warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering, the word drowsy meaning in that I feel very drowsy. എന്താ drowsy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ബോറായിരുന്നു. ആ കുട്ടിക്ക് ആ ദിവസം അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഹി വാസ് വെരി ലേസി ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ myself and was wondering if I should go to the pond behind the house for a swim. അപ്പോൾ എന്ത് ചെയ്തു, ആള് വീട്ടിൻ്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു, ഒരു പോണ്ട്, ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുളിക്കാനായിട്ട് ആള് പോവാണ്. Then I saw a huge black cobra. അവിടെ എന്താണ് അവൻ കണ്ടത്? What he witnessed. He saw a huge black cobra. വലിയൊരു മൂർഖൻ പാമ്പിനെയാണ് അല്ലേ, കരിമൂർഖൻ എന്നൊക്കെ നമ്മൾ പറയണം. വലിയൊരു ബ്ലാക്ക് കോബ്രേനെയാണ് എന്ത് ചെയ്ത് അവൻ അവിടെ കണ്ടത്. And gliding out of the clumps of cactus and making for some cooler part of the garden. At the same time, a mongoose whom I had often seen emerged from the bushes and went straight to the cobra. അപ്പോൾ കോബ്ര എന്തായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ബുഷസിൻ്റെ ഇടയ്ക്കൂടെ കാലിങ്ങനെ ഇഴഞ്ഞ് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ മംഗൂസ് എവിടെന്നോ ചാടി വന്ന് ബുഷസിൻ്റെ ഇടയിൽ നിന്ന് ആളിങ്ങനെ ചാടി വന്നിട്ട് നേരെ ഈ ഒരു സ്നേക്കിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ താങ്ക് യു.